ഒരു വീൽ ചെയർ ഇല്ല ഇവിടെ. ഒരു വീൽ ചെയർ ഉണ്ട്, വീൽ ചെയറിൻ്റെ എല്ലാ സൈഡുകളും പോയി കിടക്കുക. അപ്പോൾ അതിനൊരു സംവിധാനം ഗവൺമെൻറ് ഉണ്ടാക്കുക. നമ്മളതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇപ്പോൾ ബാത്റൂംസ് അതുപോലുള്ള മറ്റെല്ലാം വളരെ മോശമായ ഒരവസ്ഥയിലാണ് കിടക്കുന്നത്. അല്ല, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയി നോക്കി നിങ്ങൾ. ഞാൻ അവിടെ കയറി പരിശോധിച്ചതാണ്. ഇവിടെ എന്തുണ്ട് അങ്ങനെ പ്രശ്നം വരുന്നതെന്ന് പറയുന്നത് മറ്റുള്ളവരുടെ അസുഖം കൂടെ മറ്റൊരു വേറെ ഒരു അസുഖമായിട്ട് വരുന്നത് വേറെ അസുഖം കൊണ്ട് ഇവിടെ നിന്ന് പോകേണ്ടി വരുന്ന സ്ഥിതി വരും. നമസ്കാരം. കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിന് മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കൊല്ലത്തിന് വേണ്ടി മാത്രമായി ഒരു മെഡിക്കൽ കോളേജ്, അതായിരുന്നു സ്വപ്നം. പക്ഷേ ഈ മെഡിക്കൽ കോളേജിലെ ചില ന്യൂനതകൾ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. ഒരു മെഡിക്കൽ കോളേജിന് ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ടോ എന്നുള്ളതാണ് നമ്മുടെ അന്വേഷണം. 2013 കൊല്ലം ജില്ലയ്ക്ക് വേണ്ടി ഒരു മെഡിക്കൽ കോളേജ് സ്ഥാപിതമായത്. ഒരുപാട് ഫെസിലിറ്റീസ് ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളത്തിന് ആദ്യമായി ESI സംവിധാനത്തിലുള്ള ഒരു ആശുപത്രിയാണ് പിന്നീട് മെഡിക്കൽ കോളേജായി മാറിയിരിക്കുന്നത്. ഏതായാലും ഇവിടുത്തെ പരിമിതമായ സൗകര്യങ്ങൾ കൊണ്ട് തന്നെ വലിയ രീതിയിൽ മെച്ചപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെങ്കിലും ചില സാങ്കേതികമായ തടസ്സങ്ങളാണ് ഇപ്പോൾ മുന്നിൽ കാണുന്നത്. ആൾക്കാരുടെ ഇതിന് വേണ്ടി കുറച്ചുകൂടെ ഫെസിലിറ്റി ഇമ്പ്രൂവ് ചെയ്യണം. ഇതിപ്പോൾ ഓൾറെഡി നല്ലതുപോലെ പോകുന്നുണ്ട്. പക്ഷേ എങ്കിലും അത് ആൾക്കാരുടെ ടൈം വേസ്റ്റ് ചെയ്യത്തക്ക നിലയിൽ ടിക്കറ്റ് കൊടുക്കലും അതും ഇതുമൊക്കെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതുവരെയാണ്. അതിനൊരു ഡിലേ, നമ്മുടെ ഇതിൻ്റെ മാൻ പവറിന് വിലയില്ലാത്ത രീതിയിൽ ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നു. അതാണ് സംഭവം. രാവിലെ വന്നു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം അന്ന് ഫുൾ ഡേ ഇവിടെ നമ്മൾ സ്പെൻഡ് ചെയ്താലേ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. മെഡിസിൻ ഏറ്റവും വലിയ പ്രശ്നമെന്ന് വെച്ചാൽ മെഡിസിൻ കൊടുക്കുന്ന ഫാർമസിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ക്യൂ കണ്ടാൽ നിങ്ങൾക്ക് ചെന്നാൽ മനസ്സിലാവും. അവിടെ ചെന്ന് ഫോട്ടോ എടുത്താൽ തന്നെ ആ ഫുള്ള് ഹോള് കംപ്ലീറ്റ്ലി ഇതാണ്. ശരിക്കും പറഞ്ഞാൽ മറ്റെന്തെങ്കിലും അസുഖമായിട്ട് വരുന്നവർക്ക് അങ്ങനെ പ്രശ്നം വരുന്നതെന്ന് പറയുന്നത് മറ്റുള്ളവരുടെ അസുഖം കൂടെ മറ്റൊരു വേറെ ഒരു അസുഖമായിട്ട് വരുന്നത് വേറെ അസുഖം കൊണ്ട് ഇവിടെ നിന്ന് പോകേണ്ടി വരുന്ന സ്ഥിതി വരുന്നു. അപര്യാപ്തതയായിരിക്കും. സ്റ്റാഫുകളുടെ ആണ്. പക്ഷേ ഒരു എൻഡ് കംപ്ലീറ്റ്ലി ഒഴിഞ്ഞ് കിടപ്പുണ്ട്. ഓപ്പോസിറ്റ് സൈഡ് കംപ്ലീറ്റ്ലി ഒഴിഞ്ഞ് കിടപ്പുണ്ട്. നേരത്തെ അവർ മറ്റേ ഇതിൻ്റെ ഇതായിരുന്നു, OP അവിടെയായിരുന്നു. ഇപ്പോൾ OP വെളിയിലാക്കിയത് കൊണ്ട് ആ ഏരിയ കംപ്ലീറ്റ് ഒഴിഞ്ഞു. അപ്പോൾ കൗണ്ടർ കൂട്ടാൻ പറ്റും. അങ്ങനെ അവർക്ക് ഫെസിലിറ്റി ഇത് ഏരിയ ഉണ്ട്, പക്ഷേ സ്റ്റാഫ് ഇല്ലായിരിക്കാം. അറിയത്തില്ല. ഇവിടുത്തെ മാമന് ട്രീറ്റ്മെൻ്റ് ആയിട്ട് വന്നതാണോ? എന്താണ് ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഫസ്റ്റിൽ വരുന്ന മെഡിക്കൽ കോളേജാണ്. ഇവിടെ പാരിപ്പള്ളിയിൽ ഫസ്റ്റ് വരുന്ന മെഡിക്കൽ കോളേജ് ഈ കൊല്ലം ജില്ലയിൽ. എന്നിട്ട് ഇവിടെ വരുന്ന രോഗികളെ ട്രാൻസ്ഫർ എന്നും പറഞ്ഞ് കുറേ ആംബുലൻസ് കൊണ്ടിട്ട് എന്തോ കടിക്കുന്നു. അല്ല, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയി നോക്കി നിങ്ങൾ. ഞാൻ അവിടെ കയറി പരിശോധിച്ചതാണ്. ഇവിടെ എന്തുണ്ട് ഇവിടെ കേൾക്കുന്നവർ MP എന്നും പറഞ്ഞ് സംസ്ഥാനത്ത് പോകും. അവന്മാർ ഓരോ ഹോസ്പിറ്റലിട്ട് പോകാൻ തന്നെ ഇവിടെ കിടക്കുന്നു. ഈ വികസനം ആളുടെ യുവന്മാരുടെ പേരിലാണ്. ഇവർ കേന്ദ്രത്തിന് കുറ്റം, മറ്റൊരു സംസ്ഥാനത്തിന് കിട്ടും. എന്തൊരു കളി. ഒരു സർവേയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്താണ്? പല പേഷ്യൻസിനെയും ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് റെഫറൻസ് ചെയ്യുന്നതായിട്ടൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഞാനിവിടെ അടുത്ത കാലത്ത് വന്നതിന് ശേഷം പ്രത്യേകിച്ചൊന്നും പറയത്തക്ക തരത്തിലുള്ള അറിവില്ല ഇവിടുത്തെ സംബന്ധിച്ച്. പക്ഷേ ഇവിടുത്തെ സിറ്റുവേഷനൊക്കെ മോശമാണെന്ന് തോന്നുന്നു. കാരണം നമ്മളതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇപ്പോൾ ബാത്റൂംസ് അതുപോലുള്ള മറ്റെല്ലാം വളരെ മോശമായ ഒരവസ്ഥയിലാണ് കിടക്കുന്നത്. അങ്ങനെ അത്രമാത്രം എനിക്കറിയാനും രാവിലെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യസമയത്ത് വീട്ടിലെത്താൻ പറ്റുന്നില്ല. വൈകുന്നേരം വരെ ഡിലേ വരുന്നുണ്ട്. അതിൻ്റെ ടോക്കൺ വന്നു കഴിഞ്ഞാൽ താമസിച്ചു കഴിഞ്ഞാൽ ടോക്കൺ കിട്ടുന്നതിനനുസരിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരുപാട് താമസിച്ചൊക്കെ പോകേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു രോഗിയായിട്ട് ഇതിനിടയ്ക്ക് ഒരാഴ്ചയ്ക്ക് മുമ്പ് വന്നായിരുന്നു. അപ്പോഴെന്താ സംഭവം എന്നറിയാം, രോഗിക്ക് കാലിന് സുഖമില്ല, പുള്ളിക്ക് നടക്കാൻ വയ്യ. ഒരു വീൽ ചെയർ ഇല്ല ഇവിടെ. ഒരു വീൽ ചെയർ ഉണ്ട്, വീൽ ചെയറിൻ്റെ എല്ലാ സൈഡുകളും പോയി കിടക്കുക. അപ്പോൾ അതിനൊരു സംവിധാനം ഗവൺമെൻറ് ഉണ്ടാക്കുക. അത് നമുക്ക് വേറെ ഒന്നും പറയാനില്ല. കണ്ടിരുന്നോ വീൽ ചെയർ? കണ്ട് വീൽ ചെയർ 8-9 അതിനകത്ത് കേടായി കിടക്കുക. പേഷ്യൻറ്റിനെ കൊണ്ടുപോകാനൊക്കത്തില്ല. എടുത്തോണ്ടാണോ സാധാരണ? ഇല്ല, ഞാൻ പിന്നെ വെളിയിൽ നിന്ന് ഒരെണ്ണം എടുത്തോണ്ട് വന്ന് ഒരു സൈഡുണ്ട്, ഒരു സൈഡില്ല. പിന്നെ ആളെ അവിടെ വെച്ചിട്ട് വയ്യ തള്ളിയാണ് കൊണ്ടുപോയി. അപ്പോൾ അതങ്ങനൊരു സംവിധാനം ഗവൺമെൻറ് ഉണ്ടാക്കി. അത് ഗവൺമെൻറ്റാണ് നല്ലത്. നമുക്കതിനകത്ത് പറയാനേ പറ്റത്തുള്ളൂ. നിലവിൽ ആംബുലൻസ് സർവീസുകളുണ്ടെങ്കിലും അത്യാഹിത വിഭാഗത്തിലെത്തുന്ന എല്ലാ രോഗികളെയും നേരെ മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞുവിടുന്നതാണ് ഇവിടുത്തെ രീതി.
പല പേഷ്യൻസിനും വേണ്ടത്ര രീതിയിലുള്ള ചികിത്സ ലഭ്യമാകുന്നില്ല എന്നും ആക്ഷേപമുണ്ട്. പിന്നീട് മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുമ്പോഴാകട്ടെ, അതോടൊപ്പം തന്നെ ആശുപത്രിയുടെ സൗകര്യങ്ങളിലാകട്ടെ, ഫാർമസിയിലാകട്ടെ ഗണ്യമായ രീതിയിലുള്ള രോഗികളുടെ തിരക്കുണ്ടെങ്കിൽ പോലും അവിടെ വേണ്ടത്ര രീതിയിലുള്ള സ്റ്റാഫുകളില്ല. ചെറിയ രോഗങ്ങളുമായി വരുന്നവർ വലിയ അസുഖങ്ങളുമായി തിരിച്ചു പോകുന്നു എന്നാണ് പൊതുവെയുള്ള ആക്ഷേപം. 33 ഏക്കറിലാണ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. എല്ലാ സൗകര്യങ്ങളും പുറമേ നിന്ന് നോക്കുന്നുവെങ്കിലും കൊല്ലത്തുകാർക്ക് ഇതൊരു ഇടത്താവളം മാത്രമാണ്.